എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ തനി നാടൻ ചക്ക ഇലയുടെയാണ്. ഈ ഒരു സീസണിൽ ധാരാളമായി കിട്ടുന്ന ചക്ക വെച്ചിട്ട് ഇതുപോലൊരു ഹെൽത്തി നാടൻ പലഹാരം എല്ലാവരും തയ്യാറാക്കി നോക്കണേ. നല്ല സ്വാദാണ് ഇത് കഴിക്കാനായിട്ട്. ചക്കട ഉണ്ടാക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ തിന്നായിട്ടും തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മൾ ഇന്ന് കാണിച്ചു തന്നിരിക്കുന്ന ഈ ഒരു രീതി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഈ ഒരു പലഹാരം എങ്ങനെയാണ് രുചികരമായിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഞാനൊരു സന്തോഷം കൂടി അറിയിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കൊച്ചു ഫാമിലി 2.5 ലക്ഷത്തിലേക്കായി വന്നിട്ടുണ്ട്. അതും എന്റെ കൂട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു സ്നേഹവും സന്തോഷവും നിങ്ങൾ എനിക്ക് തരുന്നത് കൊണ്ട് മാത്രമാണ് എൻ്റെ ഈ ഒരു തിരക്കുകൾ കൊണ്ടും ഞാൻ നിത്യവും ഓടിയെത്തുന്നതും. ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഇനിയും എൻ്റെ കൂട്ടുകാരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഒന്ന് കണ്ടു നോക്കിയാലോ. ചക്കട തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 30 ചക്കച്ചുള ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുവാണ്. നല്ല പഴുത്ത മധുരമുള്ള ചക്കയാണ്, അതുപോലെ തന്നെ നല്ല കളറൊക്കെയുള്ള ചക്ക കൂടിയാണ്. ഇനി നമുക്ക് ഈ ചക്ക ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ചക്ക അരച്ചെടുക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. വേണമെങ്കിൽ ചെറിയ പീസുകളായിട്ടൊന്ന് മാറ്റിയതിന് ശേഷം അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നതും. അങ്ങനെ ചക്ക മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ചക്ക ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെണ്ണ പോലെ അരച്ചെടുത്ത ചക്ക നമുക്കൊരു പാനിലേക്ക് കൂടെ മാറ്റാം. അതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചക്ക ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സമയത്ത് ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുക്കാൻ മറക്കരുത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. ചക്കയിലുള്ള ജലാംശം മുഴുവനും തന്നെ ഒന്ന് വറ്റി കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കേണ്ടത്. ഒരു 3 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ നമ്മുടെ ചക്കയിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വന്നു. സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ 200 ഗ്രാം അളവില് ശർക്കരപ്പൊടി കൂടെ ചേർക്കാം. ശർക്കരപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ശർക്കര ഉരുക്കി അരിച്ച് ചേർക്കാവുന്നതുമാണ്. ഇനി ശർക്കരയും ചക്കയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള ശർക്കരപ്പൊടിക്ക് മണ്ണൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് നേരിട്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ശർക്കരയ്ക്ക് മണ്ണുള്ളതാണെങ്കിൽ ഉരുക്കി അരിച്ചതിന് ശേഷമായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടതും. അങ്ങനെ ഇപ്പോൾ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 മുറി നാളികേരം തിരുമിയത് കൂടെ ചേർക്കാം. നാളികേരം കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നാളികേരത്തിലുള്ള വെള്ളമയം മുഴുവനും തന്നെ ഈ ഒരു ചക്കയിലേക്ക് ഇറങ്ങി ഒന്ന് വറ്റി കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടത്. എങ്കിലും ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത ഒരു 2 മിനിറ്റ് നേരം മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതിയാകും. അങ്ങനെ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചക്കയിലെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചക്ക വഴറ്റി അട തയ്യാറാക്കുമ്പോഴാണ് അട നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതും. നമ്മുടെ ചക്കയുടെ ബാറ്റർ ഇതുപോലെ ഒന്ന് ടൈറ്റ് ആയിട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിലെ നെയ്യ് കൂടെ ചേർക്കാം. ഈ ഒരടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക സ്വാദ് കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടി ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക മിക്സ് ഇവിടെ റെഡിയാണ്. ഇനി നമ്മുടെ അടയ്ക്ക് നല്ലൊരു സ്വാദ് കിട്ടുന്നതിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവില് ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായ പൊടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിന്ന് ചക്കയുടെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് റാഗിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് പൊടിയും ഇതിലേക്ക് ഈ ഒരു സമയത്ത് ചേർക്കാവുന്നതാണ്. ആദ്യമേ ഞാൻ ഇതിലേക്ക് 1 കപ്പ് വറുത്ത നൈസ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുവാണ്. ഞാൻ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ള അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾ ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണെങ്കിൽ ഇത്രയും തന്നെ സോഫ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. വെച്ചുണ്ടാക്കുമ്പോൾ അട വളരെ തന്നെ സോഫ്റ്റ് ആയി മാറാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ്. അരിപ്പൊടി ആകുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആയി മാറാനും സാധ്യതയുണ്ട്. 1 കപ്പ് പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോഴും നമ്മുടെ ഈ ഒരു ബാറ്റർ അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/4 കപ്പും കൂടെ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് ഇത് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൂടെ കൊടുക്കാം. ഞാനിവിടെ 350 ഗ്രാം അളവിലാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളതും. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഈ മിക്സ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് കൈയുടെ ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇതുപോലൊരു തവി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു മിക്സ് ഒന്ന് കുഴച്ചെടുക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള അരിപ്പൊടിയാണെങ്കിലും അല്പം ലൂസായിട്ട് തന്നെയാണ് നമുക്ക് ഈ മിക്സ് ഒന്ന് തയ്യാറാക്കി എടുക്കേണ്ടതും. അങ്ങനെ നമ്മുടെ ചക്ക അടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി മിക്സ് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് മാറ്റാവുന്നതുമാണ്. അങ്ങനെ നമ്മുടെ ചക്കടയുടെ മിക്സ് ഇവിടെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. നമ്മൾ എടുക്കുന്ന ഇലയുടെ വലിപ്പത്തിനുള്ള ബോൾസ് ആക്കിയാണ് നമുക്ക് മാറ്റേണ്ടതും. ഇതുപോലെ ബോൾസ് ആക്കി മാറ്റുവാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇലയുടെ അളവുകളും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതുമാണ്. അങ്ങനെ എല്ലാ ബോളും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ബോളെല്ലാം ഉരുട്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അട പരത്തിയെടുക്കാം. ഇതിനായിട്ടൊരു വാഴ ഇലയിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ള ബോൾ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൂടെ കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് അട പരത്തിയെടുക്കാൻ സാധിക്കുന്നത്. എല്ലാ ഭാഗവും ഒരേ ഷേപ്പിൽ കിട്ടുന്നതിനായിട്ട് നമ്മുടെ 2 കൈ ഉപയോഗിച്ചും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൂടെ കൊടുക്കാവുന്നതാണ്. കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ആ ഒരു ബാറ്റർ നമുക്ക് മുറിച്ച് മാറ്റാവുന്നതുമാണ്. അങ്ങനെ നമ്മുടെ ആദ്യ അട ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കേണ്ടതും. ഇനി നമുക്ക് രണ്ടാമതും ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. മാവ് നടുഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിലാണ് നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് അട പരത്തിയെടുക്കാൻ സാധിക്കുന്നത്. ഞാനിന്ന് വാഴയില വാട്ടിയെടുക്കാതെ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. എല്ലാ ഭാഗവും ഒരുപോലെ ഷേപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ അട ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം മൂന്നാമതും ഈ ഒരു രീതിയിൽ തന്നെ നമുക്കെല്ലാം പരത്തിയെടുക്കാം. കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ അട മുഴുവനും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അട ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ടൊരു ആവി വരുന്ന അപ്പച്ചമ്പിലേക്കാണ് വെച്ചു കൊടുക്കുന്നത്. അട മുഴുവനും വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂടി വെച്ച് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ടും. ആദ്യ 10 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം 10 മിനിറ്റ് നേരം ചെറിയ തീയിലും വെച്ച് കൊടുത്തിട്ടാണ് അട വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ചക്കയട ഇവിടെ വളരെ എളുപ്പത്തിൽ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കയടയുടെ മൂടി തുറന്ന് നോക്കാം. ചക്കയുടെ അതേ കളറിൽ തന്നെയാണ് നമുക്ക് ഈ ചക്കയട വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതും വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ അടയൊന്ന് മാറ്റി വയ്ക്കണം. അതിന് മുമ്പായിട്ട് ഇതിന്റെ ചൂടൊന്ന് ആറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ചക്ക ഇലയട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു സീസണിൽ ധാരാളമായി കിട്ടുന്ന ചക്ക വെച്ചിട്ട് ഇതുപോലൊരു തനിനാടൻ പലഹാരം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പറാകാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.